ഇതാണ് നമ്മൾ പറയുന്ന പൂരത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ഒരു ഫ്രെയിം. ഇതാണ് ഒറ്റ ഫ്രെയിമിൽ നോക്കുക എത്ര 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 ആളുകളാണ്. നമുക്ക് ഇതിനെ മനുഷ്യമഹാസമുദ്രം എന്നോ ജനമഹാസമുദ്രം എന്നോ മനുഷ്യക്കടലെന്നോ എങ്ങനെയാണ് അതിനെ വിളിക്കുക എന്നറിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം. ഇത്രയും ആളുകളെ നേരിട്ട് ആ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന എന്തോ ഒരു മാസ്മരിക ഭാവം, എന്തോ ഒരു മാന്ത്രിക ഭാവം ഈ തൃശ്ശൂർ പൂരത്തിനും ഈ തെക്കേ ഗോപുര നടക്കും ഈ തെക്കൻകാട് മൈതാനത്തിനുമൊക്കെ ഉണ്ട്. അതല്ലാതെ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ അവരെ ഒരൊറ്റ ചരടിൽ കോർത്തതുപോലെ, ഒരു മാലയിലെ പൂക്കൾ പോലെ, ഒരു മാലയിലെ കണ്ണികൾ പോലെ എങ്ങനെയാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഇടയിലേക്ക് ഇത്രയും ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു അത്ഭുതം? യഥാർത്ഥത്തിൽ ഇതൊരു അത്ഭുതമാണ്, ഒരു അത്ഭുത കാഴ്ചയാണ്. ഒരു മാസ്മരിക ഭാവം ഉണ്ട്, ആ അന്തരീക്ഷത്തിനുണ്ട്, ആ പശ്ചാത്തലത്തിനുണ്ട്, ആ മേളത്തിനുണ്ട്, ആനകൾക്കുണ്ട്, അവരുടെ ശിരസിലുള്ള കോലങ്ങൾക്കുണ്ട്, അവരുപയോഗിക്കുന്ന ആ കുടകൾക്കുണ്ട്. ആ കുടമാറ്റം കാണാൻ ഇത്രയും ആളുകൾ ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എനിക്ക് എങ്ങനെയാണ് അത് പറയുക എന്നറിയില്ല. ഇത് കാണുക മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല. കാരണം ആ ഫ്രെയിമിൽ ഉണ്ട്, ആ കാഴ്ചയിലുണ്ട് മുഴുവനും, അത്ഭുതങ്ങൾ മുഴുവനുണ്ട്. അത് തൃശ്ശൂരും തെക്കിൻകാടും വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരനടയും തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ നൽകുന്ന ഒരു വല്ലാത്ത അനുഭവമാണ് ഈ പൂരം എന്ന് പറയുന്നത്. പൂരത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ച എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഇന്നിത് 6/2 നമ്മൾ കണ്ട ആ കാഴ്ച തന്നെയാണ്. ഈ 15 ആനകൾ, 30 ആനകളുടെ മധ്യത്തിൽ ഒരു മനുഷ്യ സാഗരം, ഒരു ജനസാഗരം, ഒരു കടൽ പോലെ ജനം പരന്നു കിടക്കുന്ന ഒരു കാഴ്ച. അവരുടെ കൈകൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. അതിങ്ങനെ ഒരു തിരമാല പോലെ നമുക്കത് കാണാം, അലയടിക്കുന്നത്. മെക്സിക്കൻ തിരമാല എന്നൊക്കെ നമ്മൾ ഫുട്ബോൾ കോർട്ടുകളിൽ പറയുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ ഇത് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല എന്ന് നമുക്കിതാ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കുടമാറ്റം തുടങ്ങിയിരിക്കുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള വർണ്ണക്കുടകൾ ആകാശത്തിലേക്ക് ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വെറും സാമ്പിൾ. ഇതൊക്കെ ഒരു നിലയുള്ള നമ്മൾ സാധാരണ ഉത്സവകാലങ്ങളിൽ ഉപയോഗിക്കുന്ന മുത്തുക്കുടകൾ, അലങ്കാരക്കുടകൾ മാത്രമാണ്. വരാനിരിക്കുന്നതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ആ കുടകൾ. ഇതാ പുറകിലൂടെ പല നിറങ്ങളിലുള്ള കുടകൾ ഇങ്ങനെ നടന്നു വരികയാണെന്ന് പറഞ്ഞാൽ അത് കുടകൾ നടന്നു വരുന്നത് പോലെ നമുക്ക് തോന്നും. ഒരേ സമയം കുടകൾ ഉയരുന്നു, ആലവട്ടവും വെഞ്ചാമരവും ഉയരുന്നു. അത് ഉയർന്നു താഴുന്നു, കുടകൾ ഇറങ്ങുന്നു, അടുത്ത കുടകൾ വരുന്നു, ആലവട്ടം ഉയരുന്നു, വെഞ്ചാമരം ഉയരുന്നു, വീണ്ടും കുടകൾ. അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള ദിവ്യാസ്ത്രങ്ങൾ ഓരോന്നായി എടുക്കാൻ പോവുകയാണ്. ഇതോട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതൊക്കെ പുതുതാണ്. ഇത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ഒരു കുടയും, ഒരു ആലവട്ടവും, ഒരു വെഞ്ചാമരവും, ഒരു നെറ്റിപ്പട്ടവും, ഒരു ആനച്ചമയവും ഇല്ല. ഇത് മുഴുവൻ പുതിയതാണ്. പഴയതൊന്നും തൃശ്ശൂർ പൂരത്തിലില്ല. എല്ലാം പുതിയതാണ്. പുതിയ അനുഭവങ്ങൾ മാത്രമേ തൃശ്ശൂർ പൂരം നൽകൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രു എന്ന ആന ഇതാ കഴിഞ്ഞ വർഷത്തെ ആന ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിയുടെ അടുത്തെത്തുമ്പോൾ ഒരു പുതിയ ആന പോലെ നമുക്ക് തോന്നുന്നത് ആ പൂരം നൽകുന്ന പുതുമയുടെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഇതാ അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും നമ്മൾ ഈ കാണുന്നത് തിരുവമ്പാടിയാണ്. അതിന് എതിർവശത്ത് പാറമേക്കാവുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും തിരുവമ്പാടിയുടെ കോലം നേരത്തെ വീണ്ടും ആളുകൾ പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോടിപ്പോൾ പറയുകയായിരുന്നു. ഭഗവതിയുടെ തിടമ്പും ഭഗവാന്റെ കോലവും അതാണ് തിരുവമ്പാടി പ്രധാനം കൃഷ്ണനാണ്. അവിടുത്തെ പ്രതിഷ്ഠ പ്രധാനപ്പെട്ടത് ഒരു കൃഷ്ണ ക്ഷേത്രമാണ്. തുല്യ പ്രാധാന്യം ഭഗവതിക്കുണ്ട്. അതുകൊണ്ടാണ് തിരുവമ്പാടിയുടേത് ഭഗവതിയുടെ തിടമ്പും കണ്ണൻ്റെ കോലവും, അങ്ങനെയാണ് അതിനെ അവർ വിശദീകരിക്കുന്നത്. അപ്പോൾ നേരത്തെ ജെയിംസ് സാറിനോട് ഒരു കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരുടെയും സാന്നിധ്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ തിടമ്പിലുള്ളത്.